VSന്റെ അഭിഭാഷകൻ മാധ്യമപ്രവർത്തകരെ കാണുകയാണ് തത്സമയം. നൽകത്തുള്ളൂ എന്ന് അതിന് വിപരീതമായിട്ടാണ് ഇവർ നൽകിയത്. അതിൻ്റെ ഉത്തരവാദിത്വം പണം വാങ്ങിയവർക്കാണ്. സർക്കാരിന് താഴെത്തട്ടിലുള്ള കക്ഷികളുമായിട്ട് യാതൊരു ബന്ധവും കോർപ്പറേഷനില്ല. കോർപ്പറേഷനോട് എഗ്രിമെൻ്റ് വച്ചിരിക്കുന്നത് ആരും താഴെത്തട്ടിലുള്ളവരല്ല. ഇത് പൂർണ്ണമായും ഈ പണം SNDP യോഗത്തിന് നൽകിയത് അവർക്ക് തോന്നും പോലെ വിതരണം ചെയ്യാനല്ലോ. സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ പണം നൽകാനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിൽ വിരുദ്ധമായിട്ട് അവർ പണം വിനിയോഗം ചെയ്തു. അതാണ് ഇവിടുത്തെ പരാതി. അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇടയിലുള്ളവരും SNDP യോഗത്തിൻ്റെ ഭാരവാഹികളും വർഷാവർഷം യൂട്ടിലൈസേഷൻ പരിശോധിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. അത് എല്ലാം ഗൂഢാലോചന ഒരിക്കലും രേഖകളിൽ കാണത്തില്ലല്ലോ. ഗൂഢാലോചന അന്വേഷിക്കണം. തെളിവായി നൽകിയ നോട്ട് ഫയൽ എന്ന് പറയുന്നത് ഇവരുടെ SNDPയുടെ യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലാ മാനേജർ കേരളത്തിൽ ഉടനീളമുള്ള ജില്ലാ മാനേജർമാർക്ക് നിർദ്ദേശം നൽകി. നിങ്ങൾ ഈ യൂട്ടിലൈസേഷനിൽ പറയുന്ന പ്രകാരം ഇവർ പണം വിതരണം ചെയ്തിട്ടുണ്ടോ? ഇവർ ഈ പണം കൈക്കലാക്കിയിട്ട് ഈ ചില വ്യക്തികൾക്ക് നൽകിയതായിട്ട് യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു അന്വേഷണ ഉത്തരവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്തി എല്ലാ മെമ്പേഴ്സിനെയും കണ്ടു ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വ്യക്തികൾക്ക് പണം നൽകിയിട്ടില്ല. പല വ്യക്തികളും പറയുന്നത് അങ്ങനെ ഒരു ലോണിൻ്റെ ഫെസിലിറ്റി ഉള്ളതായിട്ട് പോലും പലർക്കും അറിയില്ല. ഇതാണ് ഇവിടുത്തെ തട്ടിപ്പ്. ഈഴവ സമുദായത്തിലെ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള വ്യക്തികൾക്ക് നൽകാനാണ് ഈ പണം കൊടുത്തത്. അത് അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയതായി വ്യാജരേഖകൾ ഉണ്ടാക്കി യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുന്നു. അത് ക്രിമിനൽ കുറ്റമാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഒത്താശയില്ലാതെ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഗൂഢാലോചന ഇല്ലാതെ ചെയ്യാൻ സാധിക്കില്ല. അത് അന്വേഷിക്കണം. അതാണ് ആവശ്യം. ഉണ്ട്. നേതൃത്വത്തിന് കിട്ടിയ പണം ചില യൂണിറ്റുകൾക്ക് നൽകിയതായിട്ട് രേഖകളുണ്ട്. എന്നാൽ അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി ഉണ്ടായത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിൽ ഈ മാസം 20-ന് വിധി പറയും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. ഇതിൻ്റെ വിശദാംശങ്ങളുമായി KG ദിനകർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ദിനകർ, ഈ മാസം 20-നാണ് വിധി പറയുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ VSന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുപോലെ തീർച്ചയായും ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഒത്താശയും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഗൂഢാലോചനയിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. മറ്റു വിവരങ്ങൾ സുരേഷ്, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് SNDPക്ക് ലഭിച്ചിരുന്നു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ ഈ പണം സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകുകയാണ് ഉണ്ടായത്. 3% പലിശയ്ക്ക് ലഭിക്കുന്ന പണം നൽകേണ്ടത് 5%. എന്നാൽ അത് 12 മുതൽ 18% വരെ പലിശയ്ക്കാണ് ഇവർക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ 3900-ഓളം സ്വയം സഹായ സംഘങ്ങളാണ് സംസ്ഥാനത്ത് എമ്പാടും ഉള്ളത് എന്ന് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിൽ പല സംഘങ്ങളും വ്യാജ സംഘങ്ങളാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. പല സംഘങ്ങൾക്കും പണം നൽകിയിട്ടില്ല. വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് ഈ പണം വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ യോഗം പ്രസിഡന്റ് MN സോമൻ ഉൾപ്പെടെയുള്ളവർ വകമാറ്റുകയായിരുന്നു, തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീപ്പിൾ TV നമ്മൾ തന്നെ വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ വാർത്തകൾ പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഉയർന്നു വരികയും വിവിധ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു, പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കേസ് ഹർജി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഹർജി സമർപ്പിച്ചിരുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്
വ്യാജ അക്കൗണ്ട് നിർമ്മിക്കൽ, അതോടൊപ്പം തന്നെ ഗൂഢാലോചന, ചട്ടങ്ങൾ ലംഘിച്ച് 12 മുതൽ 18 വരെ ശതമാനം പലിശയ്ക്ക് പണം നൽകൽ എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ഈ ഹർജിയിന്മേലാണ് ഈ മാസം 20-ന് കോടതി വിധി പറയുക. സുരേഷ്.